ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ശരത്തോച്ചിക്കാരനാണ്. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു വീഡിയോ ഇട്ട് വന്നാണ്. വേറെ ഒന്നല്ല, ഇന്നലെ നമ്മുടെ ചെന്നൈ ഡൽഹി ക്യാപിറ്റൽ മാച്ചിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇന്നലെ നല്ലൊരു സൂപ്പർ മത്സരമായിരുന്നു. ഇപ്പോൾ ചെന്നൈ തിരിച്ചു വന്ന്, അതുപോലെ നമ്മുടെ ചെക്കനും തിരിച്ചു വന്നു. ചെന്നൈയും തിരിച്ചു വന്നു. അതായത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത പോലെ ചെന്നൈനെ ഇന്നലെ ഒരു കളി ചെക്കൻ ജയിപ്പിച്ചെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചെക്കൻ മാത്രമല്ല, വേറെ ആളും കൂടി കളിച്ചതിനകത്ത് ജെയിംസ് ഓവർട്ടോണിന്റെ ഒരു 4 വിക്കറ്റും സഞ്ജുവിന്റെ ഒരു 115 റൺസുമാണ് ചെന്നൈ ഇന്നലെ ജയിച്ചത്. ഉറപ്പായിട്ടും സഞ്ജു സാംസനെ 2-3 ദിവസം മുമ്പ് വരെ കുത്തിപ്പറഞ്ഞ എല്ലാ ആൾക്കാർക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ അന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു സഞ്ജു ഫോമായിട്ടില്ല, സഞ്ജു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറെ വാർത്തകൾ കണ്ടപ്പോഴേക്കും ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു സഞ്ജു തിരിച്ചു വരും. എല്ലാരും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ബോസ്. ഇന്ത്യനെ വേൾഡ് കപ്പ് പഠിപ്പിച്ച ആളാണ് സഞ്ജു സാംസൺ. ഓക്കെ, അപ്പൊ ഈ വേൾഡ് കപ്പ് പഠിപ്പിച്ച ആളെന്ന് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ 5 മാച്ച് മാത്രം കളിച്ചിട്ട് ആ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺ എടുത്തിട്ട് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയ ആളാണ് സഞ്ജു സാംസൺ. അപ്പൊ ഒരാളെ ഒറ്റയടിക്ക് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തണം ആ സ്വഭാവം. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ. ആ പരിപാടി അങ്ങോട്ട് മാറ്റി വെക്കാൻ നോക്കും. ഈ ചെയ്യുന്ന ആൾക്കാർക്കുള്ള അംഗീകാരം കൊടുക്കുക. അതായത് ഒരാൾ എന്താണ് ഏതാണെന്ന് കണ്ടിട്ടൊക്കെ വർത്താനം പറയുക. അല്ലാണ്ട് വെറുതെ കയറിയിട്ട് സഞ്ജു അങ്ങനെയാണ്, സഞ്ജു ഇങ്ങനെയായിരുന്നു, ഇപ്പൊ 2 കളി കഴിഞ്ഞ് ഇനി ചെന്നൈയിൽ 18 കോടി രൂപ കൊടുത്തിട്ട് എടുത്ത ആളാണ്. അപ്പൊ സഞ്ജുവിനെ കൊണ്ട് ഒരു ഗുണമില്ല, അങ്ങനെ കുറെ ആൾക്കാർ പറയും, നേരിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയ വഴി ഞാൻ കേട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത്. സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. നമ്മൾ സഞ്ജുവിന് വേണ്ടി കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും, അത് വേറെ ആരും. അപ്പൊ സഞ്ജുവിന്റെ ഇന്നലത്തെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ചെക്കാങ്ങാട് ആദ്യം തുടങ്ങി അവസാനം വരെ നിന്ന് ബാറ്റ് ചെയ്ത് ചെന്നൈനെ വിജയത്തിലെത്തിച്ച് ചെന്നൈക്ക് നല്ലൊരു സ്കോർ, അതായത് 200 സംതിങ് സ്കോർ ചെന്നൈക്ക് നേടിക്കൊടുത്ത് അവസാനം വരെ ഗ്രേസിൽ ഔട്ടാണ് സഞ്ജു. അതായത് ഈ 2025 IPL വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 2026 IPL ഏറ്റവും ആദ്യത്തെ സെഞ്ചുറി സഞ്ജു നേടുകയും ചെയ്തു. മൊത്തം ടോട്ടൽ 4 സെഞ്ചുറി നേടി. ഇനിയിപ്പോൾ സഞ്ജുവിന്റെ മുമ്പിൽ ആകെ 3-4 പേരും കൂടി ഉള്ളു. ഏറ്റവും കൂടുതൽ സെഞ്ചുറി എടുക്കുന്നത് വിരാട് കോഹ്ലിയാണ്, 8 എണ്ണം. അപ്പൊ അതിന്റെ രോഹിത് ശർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു 4ാമത് 5ാമത് ഇപ്പൊ സഞ്ജു ആയിട്ടുണ്ട്. അപ്പൊ സഞ്ജുവിനെ മാത്രം പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിനു മുമ്പും സഞ്ജുവിന്റെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ എന്റെ വീഡിയോന്റെ ഇടയിൽ കമന്റ് വന്ന് സഞ്ജുവിന്റെ അടുത്ത് ടീമിൽ നിന്ന് പുറത്തള്ളണം, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നും ഇന്നും പറയണ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. ഓക്കെ, അപ്പൊ സഞ്ജു സാംസന് ടീമിനെ ജയിപ്പിക്കാൻ പറ്റും. ടീമിനെ എന്താ പറയണത്, ടീമിന്റെ നെടുന്തലായിട്ട് നിന്ന് കളിക്കാൻ നല്ല കെൽപ്പുള്ള വ്യക്തിയാണ് സഞ്ജു സാംസൺ. ഒരാളെ കണ്ടിട്ട് വിലയിരുത്തുക, പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറ്റി പറയരുത്. ഒരാൾക്ക് ഇപ്പൊ നല്ലോണം അടിക്കാൻ നേരത്ത് അയാളുടെ ഒപ്പം നിൽക്കുക, 2 ദിവസം അടിച്ചില്ലെങ്കിൽ അയാൾ തെറി പറയുക. ആ സ്കീം അങ്ങനെ എടുത്ത് എല്ലാവരും കളയുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അതുപോലെ തന്നെ സഞ്ജു ഇന്നലെ 115 റൺസ് എടുത്ത് ഇംഗ്ലണ്ട് പോയിക്കോട്ടെ ചെന്നൈ 212 റൺസ് എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജെയിംസ് ഓവർട്ടന്റെ നല്ല ബോളിങ്, 4 വിക്കറ്റ് 18 റൺസ് വിട്ടുകൊടുത്ത് വരുന്ന 18 റൺസിന് 4 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ ഇതൊന്നും പോരാ. ചെന്നൈ ബോളിങ് റെഡിയാക്കിയില്ലെങ്കിൽ അടുത്ത കളിക്കാതിരിക്കണേക്കും പറ്റും. നാളെ സഞ്ജു ഫോം ആവണം, ഈ ജെയിംസ് ഓവർട്ടൺ ബോൾ ചെയ്യണമെന്നില്ല, എല്ലാവരും കളിക്കണം. എല്ലാവരും കളിച്ചാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ചെന്നൈ ഫീൽഡിംഗ് ഒക്കെ ഓക്കെയാണ്, ബോളിങ് കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ ബാറ്റിങ് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ബാറ്റിങ്ങിൽ ഒന്ന് മറ്റേ ഗെയ്ക്വാദ് ഒന്നെങ്കിൽ ഓപ്പണിങ് ഇറങ്ങണമെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ 1 ഡൗണിലോട്ട് മാറിയിട്ട് ആയുഷ് മേത്രനെ ഓപ്പണർ ആക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചെന്നൈ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണിത്തിരക്കാണ്, അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ കുറെ പേര് പറയും നീ എല്ലാം കഴിയുമ്പോൾ വീഡിയോ ഇട്ട് വന്നേക്കണെന്ന് കുറെ പേര് അതും പറയും. അപ്പൊ അത് ഇപ്പൊ നമ്മുടെ ജോലിക്കിടയിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ റൂമിൽ നിന്ന് കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണത്. അപ്പൊ നമുക്ക് സമയം കിട്ടാത്ത കാരണമാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അപ്പൊ തന്നെ വീഡിയോ ചെയ്യണ ഇതാണ്. പ്രത്യേകിച്ച് സഞ്ജുവിന്റെ വീഡിയോ എല്ലാം ഞാൻ കറക്റ്റ് മുടങ്ങാതെ ചെയ്യണേണ്. അപ്പൊ ചെന്നൈ ടീം ബോളിംഗ് റെഡിയാക്കുക, മുന്നിലോട്ട് നല്ല രീതിയിൽ കളിക്കുക. അപ്പൊ ചെന്നൈ ടീമിന് എല്ലാവിധ ആശംസകളും. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയ്യൻ മറ്റേ എന്താ പറയുക വൈഭവ് സൂര്യവംശിയെ കുറിച്ചാണ്.
വൈഭവ് സൂര്യവംശി നല്ല രീതിയിൽ കളിച്ച് രാജസ്ഥാനെ ജയിപ്പിച്ച്. ഈ വൈഭവ് സൂര്യവംശി നല്ല രീതിയിൽ കളിച്ച് രാജസ്ഥാൻ ജയിച്ച് അതിന്റെ മറവിൽ കളിക്കണ വേറൊരാൾ കൂടെ ഉണ്ട്, റയാൻ പരാഗ്. റയാൻ പരാഗ് ആകെപ്പാട് 42 റൺസ് എടുത്തേക്കണം. 42 റൺസ് 4 മാച്ചിൽ. അപ്പൊ എല്ലാവരും കളിക്കാൻ നേരത്ത് അതിന്റെ ഒരു ക്രെഡിറ്റിൽ കളിക്കണ ആളായിട്ട് എനിക്കിപ്പോ തോന്നിയത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട് പറയണം. പിന്നെ അതുപോലെ അവന്റെ ക്യാപ്റ്റൻസി ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേപോലെ തന്നെ അത് കണ്ടിട്ട് എന്താ പറയണത്, ഇപ്പൊ റയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ ജയിച്ചെന്നൊന്നും മൊത്തത്തിൽ പറയാൻ പറ്റുമൊന്നുമില്ല. രാജസ്ഥാന്റെ ഓപ്പണിങ് കൂട്ടുകെട്ട് അതിലാണ് അവരുടെ കളി ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ആ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ജയ്സ്വാളും സൂര്യവംശിയും കൂടി നല്ലൊരു തുടക്കം നൽകിയിട്ടാണ് രാജസ്ഥാൻ ജയിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ റയാൻ പരാഗ് വന്നിട്ട് എന്ത് കാണിച്ച്, അത് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാർ വന്നിട്ട് എന്ത് കാണിച്ചെന്നൊക്കെ. പിന്നെ ആ ഒരു തുടക്കം, പിന്നെ ഈ ധ്രുവ് ജുവലിന്റെ ഫോമും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ റയാൻ പരാഗിനോടും പറയാനുള്ളത്, ആദ്യം അവനവന്റെ കളി റെഡിയാക്കുക, എന്നിട്ട് ടീമിനെ നയിക്കുക. അവനവന്റെ കളി റെഡിയാക്കുക, എന്നിട്ട് ടീമിനെ നയിക്കുക എന്ന് പറയാം. ഇത് ഇത്ര ഞാൻ എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റയാൻ പരാഗ് എന്താണ് കഴിഞ്ഞ കളിയിൽ 42 റൺസാണ് മൊത്തത്തിൽ എടുത്തേക്കണത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ഒന്നുകൂടി നന്നാക്കുവാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ ഈ വീഡിയോ പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ചെന്നൈ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ, സഞ്ജു സാംസൺ എല്ലാവിധ ആശംസകളും. വൈഭവ് സൂര്യവംശി അടിപൊളിയായിട്ട് കളിക്കട്ടെ. ബുംറേന് ഇനിയും 6 അടിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഭവിന്റെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബുംറേനെ 6 അടിച്ചെന്ന് പറഞ്ഞില്ല, ബുംറേനെ 6 അടിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ പുറത്തിറങ്ങുന്നുണ്ട്. അത് വൈഭവ് സൂര്യവംശി അല്ല കേട്ടോ. അത് വൈഭവ് സൂര്യവംശി അല്ല, വേറൊരു പയ്യനാണ്. ആ പയ്യന്റെ പേര് ഞാൻ മറന്നുപോയി. വൈഭവ് സൂര്യവംശി അല്ല ആ വീഡിയോയിലുള്ളത്. ചെറുപ്പത്തിലെ ഇങ്ങനെ ബുംറയ്ക്ക് ജയ് വിളിക്കണം പറഞ്ഞ് കാണിക്കണം. ആ വീഡിയോയിൽ ഉള്ളത് വൈഭവ് സൂര്യവംശി അല്ല. അപ്പൊ അതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, ഞാനത് മറന്നുപോയി. അപ്പൊ അതല്ലെന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് അറിയാൻ പാടില്ല, അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ചെന്നൈ ടീമിന് എല്ലാവിധ ആശംസകളും, സഞ്ജു സാംസൺ എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.